جان ناقابلی دارم جسم ناقصی دارم. നുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിക്കും. ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. തിന്മയോട് പൊരുതിയ നന്മയുടെ നായകന് ധീര രക്തസാക്ഷിത്വം. മരണത്തെ പേടിയില്ലാത്തവനെ മരണം കൊണ്ട് കീഴ്പ്പെടുത്താനാകുകയില്ല എന്നുള്ള സത്യം ലോകത്തിന് കാണിച്ചു തന്ന ശക്തനായ ഒരു ഭരണാധികാരിയും അതുപോലെ തന്നെ ഒരു ആത്മീയ നേതാവുമായിരുന്നു ഹയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന ഇറാനിയൻ പ്രസിഡന്റ്. ഞാൻ ജീവിച്ചിരുന്ന ഓരോ നിമിഷവും മുസ്ലിം ഉമ്മത്തിൻ്റെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ അഭിമാനത്തിനും സമർപ്പിച്ച ആ പോരാളിയുടെ ജീവിതം എന്നും അള്ളാഹുവിൻ്റെ പാതയിൽ തന്നെയായിരുന്നു. സ്വന്തം സുരക്ഷയേക്കാളുപരി ഇസ്ലാമിക ലോകത്തിൻ്റെ ഐക്യത്തിനും ശത്രുക്കളുടെ വെല്ലുവിളികൾ നേരിടുന്നതിനുമാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലൂടെ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് എന്നുള്ളത് തന്നെയാണ് സത്യം. എന്നാൽ ഈ ഒരു കാര്യം കാസിമി ഉസ്താദ് എന്ന് പറയുന്ന അവറുകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ, ഏകദേശം 8-9 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞു തന്നിരുന്നു. അദ്ദേഹം വളരെ മുൻകൂട്ടി തന്നെ ഈ ഒരു കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നമ്മുടെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ തിരിച്ച് ആക്രമിക്കുക എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ദുബായ് അല്ലെങ്കിൽ ഖത്തർ അല്ലെങ്കിൽ സൗദി അടക്കമുള്ള രാജ്യങ്ങളിലെ അമേരിക്കയുടെ പട്ടാളത്തിന് നേരെയായിരിക്കും തിരിയുക എന്ന കാര്യം വളരെ സത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ മുസ്ലിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ പക അടുത്ത കാലത്തൊന്നും തീരാനും വേണ്ടി പോകുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ആ ഒരു പ്രസംഗം ഇപ്പോൾ വൈറലാണ്. ആ പറഞ്ഞ കാര്യത്തിൽ 100% അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നതും. നമുക്ക് ആ പ്രസംഗം ഒന്നുകൂടി കാണാം. ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിക്കും. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന വർത്താനാണ്. പഴയ കേസറ്റൊക്കെ കേട്ട എന്നൊക്കെയാണ്. അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും. ഇത് നടക്കൂലേ? നടക്കും. നടന്നേ തീരും. ഇറാനുമായി യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരും. അത് ഫിത്നത്തുൻ അമ്മാഉ സമ്മാഉ അമ്മിയാ. അത് കണ്ണില്ലാത്തയും കാടില്ലാത്തയും യുദ്ധമായിരിക്കും. മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല. സംഭവിച്ചിരിക്കും. നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ കുറെ കാലങ്ങളായി നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നടക്കാറുണ്ട്. അതൊരു കവടി നേരത്തെ പറയുന്ന വർത്താനല്ല. അതങ്ങനെ സംഭവിക്കൂ. അതിന്റെ രീതി അങ്ങനെയാണ്. അതിന്റെ രീതി കണ്ടാൽ അങ്ങനെയാണ്. അത് അങ്ങനെ വരൂ.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരെ നിർത്താൻ കഴിയൂല. അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനെയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അമേരിക്കക്കാണ്. പക്ഷേ അമേരിക്കക്ക് ഈ ഒരു ആക്രമണം കൊണ്ട് യാതൊരു നഷ്ടവുമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, കാസിം ഉസ്താദ് പറഞ്ഞത് വളരെ ശരിയാണ്. അമേരിക്കക്ക് ലാഭം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അമേരിക്കയെ ആക്രമിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കുക ആ രാജ്യത്തിൻ്റെ അയൽവക്ക രാജ്യങ്ങളായ സൗദി അറേബ്യ, അല്ലെങ്കിൽ ഖത്തർ, അല്ലെങ്കിൽ കുവൈത്ത്, അല്ലെങ്കിൽ ദുബായ്, അല്ലെങ്കിൽ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യങ്ങളിലുള്ള അമേരിക്കൻ പട്ടാളത്തിനെ ആയിരിക്കും, അവരുടെ താവളങ്ങളെ ആയിരിക്കും ലക്ഷ്യമിടുക എന്ന് വളരെ വ്യക്തമായിട്ട് ഉസ്താദ് പറയുകയാണ്. അങ്ങനെ ഉണ്ടാവുന്ന പക്ഷം തീർച്ചയായിട്ടും നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ തെറ്റും. ആ ഒരു പക മരണം വരെ നിലനിൽക്കുകയും ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന രാജ്യവും അതിൻ്റെ ഭരണാധികാരിയുമാണ് അമേരിക്ക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു തന്ത്രം നമ്മുടെ ട്രംപ് അടക്കമുള്ള ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ അത് പയറ്റിയത്. അത് തന്നെയാണ് സത്യവും. ഈ ഒരു മരണത്തോടു കൂടി തന്നെ ചില ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട് എങ്കിലും അവസാന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് പാരയാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ആർക്കാൽ ചിന്തിച്ചിരുന്നു, ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ നൂറുകണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലായ ദുബായിലായാലും ഖത്തറിലായാലും കുവൈത്തിലായാലും അതുപോലെ തന്നെ സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ഇത് നേരിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ആത്യന്തികമായിട്ട് നമ്മുടെ എല്ലാം വരുമാനം എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടുന്ന ശമ്പളവും അതുപോലെ തന്നെ ബിസിനസ് ചെയ്തും കിട്ടുന്ന കാശ് കൊണ്ട് തന്നെയാണ് കേരളം നമ്മൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം ഉണ്ടാവുന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തകരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വളരെ വ്യക്തമായിട്ടാണ് നമ്മുടെ കാസിമി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ 8-9 അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവസാനമായിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പേ ഇറാനിയൻ പ്രസിഡന്റ് നടത്തിയ പ്രസംഗത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. من جان ناقابلی دارم جسم ناقصی دارم اندک آبرویی هم دارم که این رو هم خود شما به ما دادید. همه اینها رو من کف دست گرفتم، در راه این انقلاب و در راه اسلام فدا خواهم کرد. اینها هم نثار شما باشه. سید ما، مولای ما، دعا کن برای ما. صاحب ما تویی، صاحب این کشور تویی، صاحب این انقلاب تویی. پشتیبان ما شما هستید. ما این راه رو ادامه خواهیم داد، با قدرت هم ادامه خواهیم داد. در این راه ما رو با دعای خود، با حمایت خود، با توجه خود پشتیبانی بفرما. بسم الله الرحمن الرحیم. اذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمده. അപ്പോൾ തീർച്ചയായിട്ടും ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മാത്രമായിരുന്നില്ല. അത്തരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പക തീർച്ചയായിട്ടും അത്ര കാലമൊന്നും നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ആത്മീയ നേതാവായിരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥ പ്രശ്നം. തീർച്ചയായിട്ടും മുസ്ലിങ്ങളിൽ 2 വിഭാഗമാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. ഒന്ന് സുന്നി വിഭാഗം, അതുപോലെ തന്നെ ഷിയ വിഭാഗം. ഈ ഷിയ വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണ്, ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ നേതാവായിരുന്നു ആയത്തുള്ള അലി എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മരണം തീർച്ചയായിട്ടും ഷിയാക്കളിലുള്ള വൈരാഗ്യം എന്ന് പറയുന്നത് ഈ ഒരു രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം ഇനി ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു പക ഇന്നോ നാളെയോ ഒന്നും തീരാൻ വേണ്ടി പോകുന്നില്ല. അതിൻ്റെ
പ്രകമ്പനങ്ങൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് സത്യം. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ അമേരിക്ക അടക്കമുള്ള, ട്രംപ് അടക്കമുള്ള, ഇസ്രായേൽ അടക്കമുള്ള നമ്മുടെ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തിയത്. ആ ഒരു മരുന്നിൽ തീർച്ചയായിട്ടും മറ്റ് ചില ഇസ്ലാമിക രാജ്യങ്ങൾ വീണു പോവുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് സത്യം. ആത്യന്തികമായിട്ട് ഇത്തരമൊരു കാരണത്താൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ചുളുവിലക്ക് എണ്ണ അടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അമേരിക്കക്ക് സാധിക്കും. അത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇനി മുന്നോട്ടുള്ള പോക്കിൽ തീർച്ചയായിട്ടും മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ അടക്കമുള്ള, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സുഹൃത്തുക്കളായി മാറുന്നതും അവർ തമ്മിൽ വ്യാപാര ബന്ധങ്ങൾ വികസിക്കുന്നതും ഇവിടെയുള്ള പൈസകളും അതുപോലെ തന്നെ എണ്ണകളും എല്ലാം വളരെ ക്യൂട്ടായിട്ട് അടിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ മുസ്ലിം രാജ്യങ്ങളിലുള്ള പക ഇനി ഒരു കാലത്തും നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇറാൻ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് ദുബൈയാണ്, അല്ലെങ്കിൽ ഖത്തറിനെയാണ്. ഒമാനെ ഒഴികെയുള്ള മറ്റ് എല്ലാ രാജ്യങ്ങളിലേക്കും തീർച്ചയായിട്ടും ഡ്രോൺ അടക്കമുള്ള ആക്രമണങ്ങൾ ഇറാൻ ഇപ്പോൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പക തീർച്ചയായിട്ടും മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. അത് തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളായ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം. അത് വിജയം കാണുകയും ചെയ്തു. തീർച്ചയായിട്ടും അയത്തുള്ള ഖമേനി എന്ന് പറയുന്ന ഇറാനിയൻ പ്രസിഡന്റ് ആത്മീയത്വം അദ്ദേഹത്തിന് ഇപ്പോൾ ഷഹീദായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ കബറിടം സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കബറിടം പടച്ച തമ്പുരാൻ തീർച്ചയായിട്ടും വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. അത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. കാരണം പ്രവാസികളായ ഞങ്ങൾ വളരെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.